ഞാൻ ഈ ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാമോ? സാലിഹ ഷാജഹാൻ്റെ എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മുടെ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് പ്രോഗ്രാം ഉണ്ട്. നമ്മൾ അതിന് വേണ്ടിയിട്ട് പോകണം. ബാക്കി കാഴ്ചകളൊക്കെ ഞാൻ അതിനകത്ത് ഇങ്ങനെ കുറച്ച് കാണിക്കാം. ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നുമില്ല, പോരെ. അങ്ങനെ ഞാൻ റെഡി ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ ക്ലാസ്സിലോട്ട്. പിഗിയ ലിവിജയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ നെയ്ബേഴ്സ് ഉണ്ട് കേട്ടോ, എൻ്റെ കൂടെ ടൗണിലോട്ട് വരെ. അപ്പം നമുക്ക് ക്ലാസ്സിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നേരെ അവിടെ പോകുന്ന വീഡിയോ എല്ലാം കാണാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്, സുഖമായിട്ടിരിക്കുന്നു. ഈ റിലയൻസ് സ്മാർട്ട് ബസാറിൻ്റെ താഴെയാണ് നമ്മുടെ സ്റ്റുഡിയോ ഉള്ളത്. ആര്യെ വിളിച്ച് പറഞ്ഞു വിടാൻ ഞങ്ങൾ താഴെ എത്തി. എല്ലാം ലോക്ക് ചെയ്തിട്ട് വായോന്ന്. ഇനി കാറിൽ കയറിയാലുള്ള പ്രശ്നം കാരണം ഒരു സൈഡിൽ എ സി വേണം, ഒരു സൈഡിൽ എ സി വേണ്ട. ഇതിപ്പോൾ എന്താ ചെയ്യുക? എല്ലാത്തിനും നടത്തിക്കൊണ്ടോണ്ട അവസ്ഥയായി. ഞങ്ങൾ ചെന്നത് സിംഹണി ഓഡിറ്റോറിയത്തിലാട്ടോ. ചെന്നപ്പോഴേക്കും എന്താ കണ്ടില്ലേ, പൊന്നൂസ് ഓടി വരിക ഞങ്ങളെ കണ്ടിട്ട്. അവൾക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങളെ കാണുമ്പോൾ. അതേപോലെ തന്നെ നമുക്കും, നമ്മളെല്ലാവരും ഒരേ ഫാമിലിയിലുള്ളവരാണല്ലോ. പിന്നെ പ്രത്യേകം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിയെടുത്ത്, ചേച്ചി സെപ്പറേറ്റ് നമുക്കൊരു റൂം വേണം, ഗേൾസ് ഉള്ളത് കൊണ്ട് ഡ്രസ്സ് മാറാനും ചേഞ്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഒരു റൂം വേണമെന്ന്. ചേച്ചി അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റേജ് ഡെക്കറേഷനൊക്കെ നല്ലതായിരുന്നു കേട്ടോ. ഏത് ഇവൻ്റാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിവേ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കയറി ചെല്ലുമ്പം തന്നെ ഫാമിലീസ്, അത്യാവശ്യം ചേച്ചിയുടെയും ചേട്ടൻ്റെയും ഫാമിലീസ് ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള ഒരു വാളിൽ ഇങ്ങനത്തെ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ പൊന്നൂസായിട്ടോ ആങ്കറിങ് ചെയ്തത്. എന്താ പറയുക, അവൾ ആങ്കറിങ് ചെയ്യുന്ന കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അതിങ്ങനെ ഞാൻ കുറേ നേരം വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. കുറച്ച് ക്ലിപ്പ് മാത്രമേ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു, 2 കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. ഗിഫ്റ്റ് കിട്ടിയതാണെന്ന് തോന്നുന്നു 2 കേക്കും. പിന്നെ ഫങ്ഷനൊക്കെ അടിപൊളിയായിരുന്നു. ആദ്യം തന്നെ നമ്മളിതാ വെൽക്കം ഡാൻസിലങ്ങ് തുടങ്ങി. അത്യാവശ്യം ചെറിയ ചെറിയ കോസ്റ്റ്യൂംസാണ് നമ്മുടെ കയ്യിൽ നിലവിലുള്ളത്. പിന്നെ നമ്മൾ റെൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ, ആക്സസറീസ് കാര്യങ്ങളൊക്കെ വേണ്ടുള്ളവർ എൻ്റെ സോപ്പ് ഡാൻസ് സ്റ്റുഡിയോയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നു കഴിഞ്ഞാൽ അതിൽ കോൺടാക്റ്റ് നമ്പർ ഉണ്ടാവും. ഒന്നെങ്കിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. ഗൂഗിളിൽ സെർച്ച് ചെയ്താലും സോപ്പ് ഡാൻസ് സ്റ്റുഡിയോയുടെ നമ്പർ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മളെ സമീപിച്ച് കഴിഞ്ഞാൽ നമ്മൾ റെൻ്റൽ ജ്വല്ലറീസ്, ആക്സസറീസ്, അതേപോലെ തന്നെ റെൻ്റൽ കോസ്റ്റ്യൂംസ്, പിന്നെ റെൻ്റലായിട്ടുള്ള ഡാൻസ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ റെൻ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ചേച്ചീൻ്റെയും പൊന്നൂസിൻ്റെയും ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. ഇത്രയും നല്ലപോലെ ചേച്ചി ഡാൻസ് കളിക്കുമെന്ന് അറിഞ്ഞില്ല. പിന്നീട് അത് കണ്ടപ്പോൾ മനസ്സിലായി പൊന്നൂസിന് എവിടെ നിന്നാണ് ഈ ഡാൻസ് എന്നുള്ളൊരു ടാലൻറ്റ് കിട്ടിയെന്ന് മനസ്സിലായി. പിന്നെ രണ്ടാമത് അമൃതയുടെ അതുല്യയുടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. ഞാൻ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കോസ്റ്റ്യൂമാണ് കേട്ടോ ഈ കോസ്റ്റ്യൂം. ഭയങ്കര ഇഷ്ടമാണ്. കളറായാലും എന്താ പറയുക, അടിപൊളിയാണ് ആ ഒരു കോസ്റ്റ്യൂം. നല്ല രസമാണ്. പിന്നെ മൂന്നാമത്തെ ഡാൻസിന് വേണ്ടിയിട്ട് തമ്പുരു ഓൾറെഡി ഒരുങ്ങി റെഡിയായി അവിടെ സെറ്റായിട്ട് നിന്നിട്ട് ഇവരുടെ ഡാൻസ് കാണുകയാണ്. പ്രോഗ്രാം കഴിയുന്നിടം വരെ റൂമിന് പുറത്തിറങ്ങരുത് എന്നുള്ളൊരു എൻ്റെ അജണ്ട ഉള്ളത് കാരണം അവർ ഒരു ഡാൻസ് കളിച്ച് കഴിഞ്ഞാൽ തന്നെ ഓടി എന്താ പറയുക ഗ്രീൻ റൂമിൽ വരും. പിന്നെ അടുത്ത കോസ്റ്റ്യൂം എല്ലാം ഇട്ട് സെറ്റായിട്ട് അടുത്ത ഡാൻസ് തുടങ്ങുമ്പോഴേ അവർ വരാറുള്ളൂ. അതിനിടയിൽ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഞാൻ ചീത്ത പറയുന്നറിയാം, എന്നെ കുഞ്ഞു പേടിയുണ്ട്. പക്ഷേ ഞാൻ പറയുന്നതിനപ്പുറം എങ്ങും പോകത്തില്ല കേട്ടോ. എൻ്റെ ഒരു കുഞ്ഞുങ്ങളും എന്തോ എല്ലാവർക്കും എന്നോട് സ്നേഹമാണ്, എനിക്ക് അവരോട് ഒരുപാട് സ്നേഹമാണ്. പിന്നെ ചേച്ചിയുടെ ഫോൺ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ലിബിൻ ചാൻ്റെ ഫോണിൽ കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്തു. അത് നമ്മുടെ സോപ്പ് ഡാൻസ് ആൻഡ് ഫിറ്റ്നസ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എഡിറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ദിയ ഫർസാന വന്നിട്ടുണ്ടായിരുന്നു. ആ മോള് ഞാനും നല്ല കൂട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത് ഈ പ്രോഗ്രാമിൻ്റെ അന്ന്. മുന്നേ അറിയാം. ഞങ്ങൾ ഡാൻസ് സ്കൂളിൻ്റെ ഇതായിട്ടും പ്രൊമോഷൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വേണ്ടിയിട്ടുമുണ്ട്, അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ മുന്നേ സംസാരിച്ചിട്ടുണ്ട്. ഫുഡൊക്കെ നല്ലതായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ചേച്ചിയുടെ ഫാമിലിയിലുള്ള ഓരോരുത്തർ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ അടുത്ത്, ഫുഡ് വേണോ, ഫുഡ് തികഞ്ഞോ മക്കളെ എന്നൊക്കെ. ഫങ്ഷനും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് പൊറോട്ട ഉണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, ചിക്കൻ കറി, പിന്നെ പൈനാപ്പിളും, പിന്നെന്തുമായിരുന്നു, തണ്ണിമത്തങ്ങ, യെസ്, വാട്ടർ മെലണും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു.
കൊണ്ടുപോയി കോസ്റ്റ്യൂംസും കാര്യങ്ങളും എല്ലാം അവർ കളിച്ച് കഴിഞ്ഞ് എല്ലാം സെറ്റാക്കി അടുക്കി പറക്കി വെച്ച് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചേച്ചി ചേട്ടനും പൊന്നൂസും മോനിട്ടനും ഞങ്ങൾക്ക് ടാറ്റയൊക്കെ തന്ന് നല്ല പ്രോഗ്രാമായിരുന്നു എന്നെല്ലാം പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് നേരെ വണ്ടിയുടെ അടുത്തോട്ട് പോകാൻ ഇറങ്ങിയപ്പോൾ നല്ല കിടുക്കാച്ചി മഴ. പിന്നെ മഴ തോന്നപ്പോഴേക്കിനും ഇരുട്ടായി. പിന്നെ ഇന്നിപ്പോൾ ഇവരെല്ലാവരും എൻ്റെ കൂടെ ഫ്ലാറ്റിലുണ്ടാവും. നാളെ കൊണ്ടുവിടുള്ളൂ വീട്ടിൽ. നാളെ ഞങ്ങൾ ഇടമണ്ണ് പോകുമ്പോൾ ആറ്റിലൊക്കെ പോകുന്ന വീഡിയോ ഒക്കെ ആയിട്ട് അടുത്തൊരു എന്താ പറയുക ലോങ് വീഡിയോ ആയിട്ടൊക്കെ വരാം. പിന്നെ രാത്രി ചെന്ന ഉടനെ ഇതുങ്ങൾ രണ്ടുപേരും കൂടി കുറച്ച് മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു, അതവരെ അരിഞ്ഞ് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ ഇനിയും കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ബട്ടൺ അമർക്കണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റ.